ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചെറുതായിട്ടരിഞ്ഞ പൈനാപ്പിള്, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കണം. പൈനാപ്പിള് ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിയാം, അതല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിയുകയും ചെയ്യാം. അങ്ങനെയും പച്ചടി ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇങ്ങനെയും പച്ചടി ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ പൈനാപ്പിൾ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അന്നേരത്തെ എൻ്റെ ഒരു ഇഷ്ടം പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടം. അരയ്ക്കാനായിട്ട് തേങ്ങയും നല്ല ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരയ്ക്കണം. അപ്പോഴേക്കും പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. വെന്ത പൈനാപ്പിൾ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പൈനാപ്പിളിനൊരു പുളിയുണ്ട്, ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണ് പഞ്ചസാര ചേർത്തത്. അതിനുശേഷം അരച്ച അരപ്പ് ഈ പൈനാപ്പിൾ കൂട്ടിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി അരപ്പിൻ്റെ പച്ച ചുവ നന്നായിട്ട് മാറണം. പിന്നെ അധികപ്പറ്റി വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ അതും വറ്റണം. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വറ്റി അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം ഈ കൂട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാൻ തൈരൊഴിക്കുന്നത്. ഇതുവരെ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. സാമാന്യം പുളിയുള്ള തൈരാണ്. ആ തൈര് ചേർത്ത് ഈ കൂട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കാറുള്ളൂ. സാധാരണ പച്ചടിയും പുളിശ്ശേരിയും ഒക്കെ വെക്കുമ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു നല്ല രുചിയാണ്. അതിന് മുമ്പ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രുചിയല്ല ഇപ്പോൾ ചേർക്കുമ്പോഴുള്ള രുചി. അതാ വ്യത്യാസം നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം ഉപ്പും ചേർത്ത് പച്ചടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി നമുക്ക് കടുക് വറക്കണം. അതിനായിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവയുണ്ട്. ഒരു 2-3 നുള്ളു ഉലുവാപ്പൊടി അതിൻ്റെ ആ പച്ചടിയുടെ മുകളിലേക്ക് ചേർത്തിട്ട് ആ ഉലുവാപ്പൊടിയുടെ മുകളിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത കൂട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കണം. എപ്പോഴാണോ നമുക്ക് വിളമ്പേണ്ടത് ആ സമയത്ത് അടപ്പ് മാറ്റി വിളമ്പി നമുക്ക് ഉപയോഗിക്കാം. വളരെ രുചിയുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. ഇതേ രീതിയിൽ നമുക്ക് മറ്റു പല കഷ്ണങ്ങൾ കൊണ്ടും പച്ചടി ഉണ്ടാക്കാം. ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കാം, ഏത്തപ്പഴവും പൈനാപ്പിളും കൂടെ ചേർത്തുണ്ടാക്കാം, വെള്ളരിക്ക കൊണ്ടുണ്ടാക്കാം, കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കാം, മത്തങ്ങ കൊണ്ടുണ്ടാക്കാം. നല്ല രുചിയുള്ള പച്ചടിയാണ്. ഇതിൽ ചുമന്നുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ ചേർന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് വെച്ചിട്ട് കഴിക്കാനും പറ്റും. ഹരേ കൃഷ്ണ.